നമസ്കാരം, കറിവേപ്പിലേക്ക് സ്വാഗതം. പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് കർക്കിടകം സ്പെഷ്യലൊരു കാപ്പി തയ്യാറാക്കിയാലോ? ഈ ഒറ്റ കാപ്പി മതി അടുത്ത കർക്കിടകം വരെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ. ഒരു പ്രയാസവും ഇല്ലാതെ നമ്മുടെ അടുക്കളയിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഔഷധ കാപ്പി ഉണ്ടാക്കിയെടുക്കാം. ഔഷധ കഞ്ഞിയും കഷായവും ഒക്കെ ഉപയോഗിക്കാനും അതൊക്കെ മെനക്കെടാനും മടിയുള്ളവർ ഇത് മാത്രം ഒന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. ഈ കർക്കിടക കാപ്പി ഉണ്ടാക്കാനുള്ള പൊടി ഒരു പ്രാവശ്യം നമ്മളൊന്ന് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഈ കർക്കിടകം മുഴുവനും അത് ഉപയോഗിക്കാം. നമ്മളിവിടെ ഈ കാപ്പി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ബേസിക്കലി ദഹനത്തെ സഹായിക്കുന്നവയും ഏറെ ഔഷധ ഗുണമുള്ളവയുമാണ്. മല്ലിയും ചുക്കും കുരുമുളകും ഏലക്കായും ഉലുവയും ചെറിയ ജീരകവും കാപ്പിപ്പൊടി, ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ചേരുവകൾ. മല്ലിയാണ് ഇതിൻ്റെ പ്രധാന ഘടകം. മല്ലി ഒരു 2 കപ്പ് മല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മല്ലിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി പറഞ്ഞാൽ തീരില്ല. അത്ഭുതങ്ങളുടെ കലവറയാണ് മല്ലി. മല്ലി നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തതാണ്. ഇനി അടുത്തത് ചുക്കാണ്. ഇത് നമ്മൾ അങ്ങാടിക്കട എന്ന് പറയില്ലേ, ആയുർവേദ മരുന്നുകളൊക്കെ കിട്ടുന്ന അവിടുന്ന് വാങ്ങിയതാണ്. സാധാരണ കടകളിലും ഒക്കെ കിട്ടും. 100 ഗ്രാം വാങ്ങി 80 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു 100 ഗ്രാമിന്. അതിൽ നിന്നൊരു 4 വലിയ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി ഞാൻ ഒന്ന് ഉണക്കിയെടുത്തതാണ്. പിന്നെ 3 ഏലക്ക വേണം, 2 ടീസ്പൂൺ കുരുമുളക് വേണം. രോഗാതുരത കൂടുന്ന, അതായത് അസുഖങ്ങൾ കൂടുന്ന സമയമാണ് ഈ കർക്കിടക മാസം. ഇനി 2.5 ടേബിൾ സ്പൂണാണ്. ടീസ്പൂണും ടേബിൾ സ്പൂണ് കുരുമുളക് ടീസ്പൂണായിരുന്നു. 2.5 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ ചെറിയ ജീരകം നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് അത് 2.5 ടേബിൾ സ്പൂൺ. കാപ്പിപ്പൊടി 2.5 ടേബിൾ സ്പൂണാണ്. കാപ്പിപ്പൊടി ഇല്ല എങ്കിൽ ബ്രൂ നമുക്ക് വീട്ടിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. 2 സ്പൂൺ എടുത്താൽ മതി ബ്രൂ ആണെങ്കിൽ. കാപ്പിപ്പൊടി ഞാൻ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ചുക്കിടാം. ചുക്കിനെ ചതച്ചോ അല്ലെങ്കിൽ തിന്നായിട്ട് കത്തിയിട്ടൊന്ന് മുറിച്ചോ എടുക്കണം. മിക്സിയിലിട്ട് അടിക്കരുത്, അപ്പോൾ അത് പൊടിയായി പോകും, കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇഞ്ചി പോലെയല്ല ചുക്ക് ഉണങ്ങിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇഞ്ചി പാകം ചെയ്ത് കഴിയുമ്പോഴോ അതിനകത്ത് ഒരു ഷോഗോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവും. ഇഞ്ചിയിലുള്ള ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഉണങ്ങിക്കഴിഞ്ഞ് ചുക്കാവുമ്പോൾ ഈ ഷോഗോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്. പിന്നെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത് തടയുന്നു. മഹാ ഔഷധിയായിട്ടാണ് ആയുർവേദത്തിൽ ചുക്കിനെ വിശേഷിപ്പിക്കുന്നത്. ചുക്കില്ലാത്തൊരു കഷായമില്ല എന്ന് കേട്ടിട്ടില്ലേ? ചുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് മൂക്കടപ്പ്, ജലദോഷം, ചുമ, കഫക്കെട്ട്, വയറുവേദന, തലവേദന, രക്തശുചീകരണം എല്ലാത്തിനും നമ്മൾ ചുക്കൊരു ഔഷധമായിട്ടാണ് കാണുന്നത്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും ദഹന പ്രക്രിയ ശരിയാക്കാനും ഒക്കെ ചുക്ക് ഉപയോഗിച്ച് വരുന്നു. ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും വളരെ നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ലഘുവായിട്ടുള്ള ആഹാരമാണ് നമ്മൾ സേവിക്കേണ്ടതെന്നും പിന്നെ കർക്കിടകത്തിൽ ദഹിക്കാൻ എളുപ്പമുള്ളതും ദഹന പ്രക്രിയയെ സഹായിക്കുന്നതുമായ ചേരുവകളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുമാണ് ആയുർവേദം പറയുന്നത്. മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ചുക്കൊന്ന് മൂത്ത് വരും. അപ്പോഴേക്കും നമുക്ക് മല്ലി അതിലേക്കിടാം. 2 കപ്പ് മല്ലിയാണ് എടുത്തത്. ഏകദേശം ഒരു 140 ഗ്രാമോളം വരും. മല്ലിക്ക് പറഞ്ഞാൽ തീരാത്ത ഔഷധ ഗുണങ്ങളുള്ളതാണ്. പിന്നെ അയൺ കണ്ടൻറ്റ് ധാരാളമുണ്ട്. ആൻറ്റി ഓക്സിഡൻസ്. മല്ലി ദഹനക്കുറവിനും നെഞ്ചരിച്ചിലിനും പിന്നെ ശരീരം പുകച്ചിലിനും ഒക്കെ നല്ലതാണ്. മല്ലി പനിക്ക് നല്ലതാണ്. പിന്നെ ഈ ആയുർവേദത്തിൽ ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ മല്ലി ഒരു ഘടകമാണ്. മീഡിയം ഫ്ലെയിമിൽ മല്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയ മല്ലിയാണെങ്കിൽ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ മതി. അപ്പോഴേക്കും ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങും. അപ്പം നമുക്ക് ആ കുരുമുളകും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെയും ഏലക്കായുടെയും അതിൻ്റെയൊന്നും ഗുണങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ചെറിയ ഫ്ലെയിമിൽ ഇതൊക്കെ ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും അത് പൊട്ടിത്തുടങ്ങും. ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കാം. ഇനി നമുക്കതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്നതും പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ദഹനത്തിനുമൊക്കെ നല്ലതാണ് ഉലുവ. കരിയാതെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് നമ്മൾ ഇതിനകത്ത് ജീരകം ഇടുന്നത്. എല്ലാം ഇട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരുവിധം ഒന്ന് മൂത്ത് കാണും. ചൂടായി കിടക്കുന്നതല്ലേ. ചെറിയ ജീരകമാണ് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ജീരകത്തിന് മൂപ്പ് കുറവാണ്, അതാണ് നമ്മൾ ഏറ്റവും അവസാനം അതുകൊണ്ടിടുന്നത്. അപ്പോൾ അതിലുള്ള ചൂട് മതി അതിന് റെഡിയാവാനായിട്ട്. ജീരകത്തിൻ്റെ ഗുണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നാച്ചുറലി റിച്ചാണത്. അയണിന് ധാരാളം അയൺ അതിലുണ്ട്. പിന്നെ ദഹന പ്രക്രിയ വർദ്ധിക്കാനും ഒക്കെ ജീരകം വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളും ഔഷധങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ചേരുവകൾ ഉപയോഗിച്ചുള്ള കാപ്പി നല്ല രുചിയും അതോടൊപ്പം കുടിക്കാനും നല്ല സുഖമാണ്. ശ്രദ്ധിച്ചാൽ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. പൊട്ടുന്ന ശബ്ദം കേൾക്കാം.
ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അതൊന്ന് അതിലിട്ടിട്ട് പോകരുത്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ എടുത്ത് കാണുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് അതിനെ മാറ്റാം. തണുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു വരും. അതാണ് അതിൻ്റെ പരുവ്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. വീഡിയോ മുഴുവൻ കാണണേ. കാപ്പി ഉണ്ടാക്കുന്നതും കാപ്പിയുടെ വിശേഷങ്ങളും ഈ കാപ്പി നമ്മൾ മൈക്രോവേവിൽ എങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ടിപ്സ് കാണാനും മറന്നു പോകരുതേ. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇടാം. ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു 2 കറക്ക് കറക്കുമ്പോഴേക്കും അത് മിക്സാവും. കാപ്പിപ്പൊടി ഇടുമ്പോൾ നല്ലൊരു മണം കൂടി ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറുകളിലാക്കി അടച്ച് സൂക്ഷിക്കാം. ഇത് പൊടിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു 500 ml, അതായത് 2 കപ്പിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 240 ഗ്രാമോളം ഉണ്ട്. ഒട്ടും ഈർപ്പമില്ലാത്ത ഗ്ലാസ് കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാളിന്ന് കേടാകാതിരിക്കും. കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്ക് എല്ലാ സമയത്തും എല്ലാ കാലത്തും ഈ പൊടി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വലിയ കുപ്പിയിൽ മാത്രമല്ല, ഇതുപോലെ ചെറിയ കുപ്പികളിലും നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് തുറക്കേണ്ട ആവശ്യം വരില്ലല്ലോ. കുറച്ച് സേഫായിട്ട് ഇരുന്നോളൂ. ഇനി നമുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ മെഷറിംഗ് കപ്പിൽ 500 ml കപ്പാസിറ്റിയാണ്. അതായത് 250 ml 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ മെഷറിംഗ് കപ്പ് ഞാനിപ്പോൾ പുതിയതായി വാങ്ങിയതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ടിപ്സിൽ കാണിക്കുന്നുണ്ട്. സ്റ്റൗ കത്തിച്ച് വെള്ളം അതിലേക്ക് വെക്കുക. എന്നിട്ടൊരു 1 മിനിറ്റോളം ഒന്ന് കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ചൂടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് 250 ml ഉള്ള ഒരു കപ്പിന് 1 ടേബിൾ സ്പൂണാണ് പൊടി ഉപയോഗിക്കുന്നത്. നമ്മൾ പൊടിച്ച് വെച്ച പൊടി 2 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കരയോ കരിപ്പട്ടിയോ ഉപയോഗിക്കാം. പൊടിയായാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ കട്ടയായാലും മതി. ഞാനിവിടെ കരിപ്പട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് കുറച്ചുകൂടെ ഗുണം കൂടുതലെന്ന് തോന്നുന്നു. 1 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം 1 കപ്പിന്. കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ഉപയോഗിക്കാം. മധുരം കൂടുന്തോറും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരും. അതിൻ്റെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത മണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളറിയില്ല. കുറച്ച് പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർ അതിനനുസരിച്ച് മധുരം ഇട്ടാൽ മതി. ഡയബറ്റിക് അല്ലാത്തവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. ഏകദേശം ഒരു 1-2 മിനിറ്റ് തിളയ്ക്കണം. അപ്പോഴേ ഈ പൊടിയിലുള്ള എല്ലാ ഗുണങ്ങളും കാപ്പിക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് അത് പകരാം. 500 ml വെള്ളമാണല്ലോ നമ്മൾ എടുത്തത്. അതൊരു ചെറിയ കപ്പിന് ഒരു 3 കപ്പ് വരും. ആദ്യം ഒരു 1/2 കപ്പ് ഒക്കെ ആദ്യത്തെ ദിവസം കുടിക്കാവും. പിന്നെ കൂട്ടി കൊടുക്കാം. ഒരു ദിവസം 1 കപ്പ് കുടിച്ചാൽ മതിയാവും. നല്ല സൂപ്പറായിട്ടുള്ള കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ കാപ്പി നമുക്ക് മൈക്രോവേവ് ഓവനിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിതിൽ ഒരു 250 ml ക്വാണ്ടിറ്റി വെള്ളമേ എടുത്തിട്ടുള്ളൂ. അത് ഹൈ പവറിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ആദ്യം ഇടുക. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഓവൻ ഒന്ന് തുറന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഉണ്ടാക്കിയ കാപ്പിപ്പൊടിയും പിന്നെ മധുരവും ഇടുക. മധുരം ആവശ്യത്തിന് ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് വീണ്ടും അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് ഒരു ഓവനിലാണെങ്കിൽ 1 മിനിറ്റൊക്കെ തിളച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ കുറച്ച് സമയം പുറത്ത് വയ്ക്കുക. എല്ലാം കൂടി ഒരു 5 മിനിറ്റ് വേണ്ടി. ഈ മൈക്രോവേവ് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന കുക്കിംഗ് എല്ലാം ഈ മൈക്രോവേവിലും ചെയ്യാൻ പറ്റും. നല്ല കാപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഓവൻ്റെ അകത്തും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ ടിപ്സിൽ ഞാൻ ഈ കരിപ്പട്ടി നല്ല കരിപ്പട്ടിയെ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണെന്ന്. നല്ല ക്വാളിറ്റിയുള്ള കരിപ്പട്ടിയാണ് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. ഇതൊരു 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. 500 ഗ്രാമിന് 225 ആണ്. കുറച്ച് വില മുന്നേ നിൽക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ തന്നെ അവരുടെ തന്നെ ഒരു കമ്പനിക്കാരുടെ തന്നെ ഞാൻ അതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ളതും കൂടി വാങ്ങി. അത് 400 ഗ്രാമിൻ്റെയാണ്. 400 ഗ്രാംസ് 95 രൂപ. ഇതൊരു പരസ്യമല്ല.
പിന്നെ കരിപ്പട്ടി നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോഴേ ഇതുപോലെ ചെറിയ പീസസ് ആക്കി അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഇനി അടുത്തത് ആമസോണിൽ നിന്ന് ഞാൻ പുതിയതായി വാങ്ങിയൊരു മെഷറിംഗ് കപ്പാണ്. അതുകൂടി ഒന്ന് കാണാം. ഇത് മെഷറിംഗ് കപ്പ് വിത്ത് ലിഡാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് പർപ്പസ് മൾട്ടി പർപ്പസാണ്. 3 in 1 ആണിത്. അതായത് ലിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അടച്ചു വയ്ക്കുകയും ചെയ്യാം, സ്റ്റോർ ചെയ്യാം, പിന്നെ സെർവ് ചെയ്യാനും ഇത് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഇത് തന്നെ ബേക്കിംഗ് പർപ്പസിൽ ഉപയോഗിക്കാം, മൈക്രോവേവിലും ഓവനിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെഷർ ചെയ്യാനും ഉപയോഗിക്കാം. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 ml ആണ്. 2 കപ്പ്. പിന്നെ ഡയമീറ്റർ 14 സെൻറ്റിമീറ്ററും പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററുമാണ്. വെയിറ്റ് വളരെ കുറവാണ്, 120 ഗ്രാംസേ ഉള്ളൂ. ഞാനിന്ന് മൈക്രോവേവിൽ കാപ്പി ഉണ്ടാക്കിയത് ഈ കപ്പിലാണ്. മൈക്രോവേവ് കുക്കിങ്ങിനെല്ലാം ഉപയോഗിക്കാം, പിന്നെ ബേക്കിങ്ങിനും ഉപയോഗിക്കാം. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫാണ്, ഫ്രീസർ സേഫാണ്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ വില 549 റുപ്പീസാണ്. അപ്പോൾ അടുത്ത വർഷം വരെയുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ കാപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പൊതുവേ ലൈക്ക് ചെയ്യുന്നത് കുറവാണ്. ഈ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മടി വിചാരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.